എന്തിനാണ് ഈ സൂര്യനും ചന്ദ്രനും നേരെ വന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെയോ? മംഗലാപുരത്തേക്ക് പോകുന്ന റെയിൽ പാളത്തിൽ നിങ്ങൾ പോയാൽ മംഗലാപുരം റെയിൽ പാളത്തിൽ ഒരേ സമയത്ത് രണ്ട് തീവണ്ടികൾ മുഖാമുഖം വന്നുവത്രേ. പിറ്റേ ദിവസം പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, റെയിൽവേ സ്റ്റേഷനിൽ എതിർ ദിശയിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകൾ മുഖാമുഖം വന്നു നിന്നുവത്രേ. ഭാഗ്യം കൊണ്ട് തലനാരിടയ്ക്കാണ് അപകടം നടക്കാതെ മാറിപ്പോയത്. പത്രത്തില് വാർത്ത വായിക്കാറില്ലേ? കേവലം രണ്ട് ട്രെയിനുകൾ 1/2 കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്ത രണ്ട് ട്രെയിനുകൾ പാളത്തിൽ മുഖാമുഖം വന്നാൽ പേടിച്ചു വിറച്ചു പോകുന്നവനെ, പേടിച്ചരണ്ടു പോകുന്ന മനുഷ്യ, അല്ലാഹു ചോദിക്കുകയാണ്, സൂര്യൻ എന്ന ഭൂമിയേക്കാൾ 35,000 ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യഗോളം, ഈ മഹാഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേരയിൽ വന്നപ്പോ എന്തിനാണത് വന്നതെന്നറിയുമോ? ചന്ദ്രഗ്രഹണ നിസ്കാരം നിർവഹിച്ചത് എന്തിനാ? ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരട്ടെ. അല്ലാഹു പറയാണ്, എന്തിനാണ് സൂര്യഗ്രഹണം നടന്നത്, എന്തിനാണ് ചന്ദ്രഗ്രഹണം വന്നത്? ഇതെല്ലാം ഒരേ രേഖയിൽ വന്നത് എന്തിനെന്നറിയോ? അതൊക്കെ നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ്. ആരാണ് പറയുന്നത്? അല്ലാഹ്. ഇവിടെ നോക്ക് നിങ്ങൾ, അല്ലാഹു പറയാണ്, ഞാനിതൊക്കെ ചെയ്തത് എന്തിനെന്നറിയോ? ഇതൊക്കെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എത്ര പേരാണ് പേടിച്ചത്? എത്ര പേര് പേടിച്ചു? പറയും നിങ്ങള്. ചന്ദ്രഗ്രഹണ നിസ്കാരമൊക്കെ എല്ലായിടത്തും നടന്നു. ഇവിടെ നിസ്കരിച്ച ഇല്ലേ? പള്ളിയില് ചന്ദ്രഗ്രഹണം നിസ്കരിച്ച ഇല്ലയോ? നിസ്കരിച്ചെന്നോ ഇല്ലെന്നാ? നിസ്കരിച്ചു. എന്തിനാ നിസ്കരിച്ചേ? എന്തിനാ നിസ്കരിച്ചേ? ആ നിസ്കാരം മാത്രമല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. കബീർ ബാക്കവി പറയുന്നത് ഖുർആനാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയാ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇത് നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വാ. ഹറാമുകളോട് വിട പറയ്, മദ്യപാനത്തോട് വിട പറയ്, പലിശയോട് വിട പറയ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തു വാ. വാപ്പ മക്കളോട് പറയാറില്ല, മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട് മോനെ, ഭൂതം വരുന്നുണ്ട് മോനെ. എന്തിനാണ്? അവനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഏറെ ഇഷ്ടമുള്ള അവൻ തന്നിലേക്ക് തിരിച്ചു വരാൻ ഒരു വാപ്പ കുഞ്ഞിനോട് പറയുന്നത് പോലെ അല്ലാഹു പറയാ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇതൊക്കെ അല്ലാഹു നിങ്ങളെ പേടിപ്പിക്കാൻ നൽകുന്നതാണ്. സഹോദരങ്ങളെ പേടിക്കണം. ഇതെങ്ങാനും ഒരേ ദിശയിൽ വന്നതെന്ന് കൂട്ടിമുട്ടിയാൽ അത് ലോകാവസാനത്തിലേക്ക് നടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ ഗോളങ്ങൾ ഒരേ പാളത്തിൽ വരുമ്പോ അല്ലാഹനെ നിങ്ങൾ പേടിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വകൈമിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. അല്ലാഹു പറയാണ്, ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ ലോകത്ത് നിങ്ങൾ കണ്ടിട്ടും യമറൂന അലൈഹാ, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ വഹും അൻഹാ മുഅ്രിദൂൻ, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ യാതൊരുവിധ പേടിയില്ലാതെ നടക്കുകയാണല്ലോ. അല്ലാഹു സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരർത്ഥം കൂടി ഞാൻ മാറി പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ നല്ല വല്ലാതെ ഒന്ന് ശ്രദ്ധിക്കുമോ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പേടിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. വേറെ ഹദീസും ഖുർആനും ഒന്നും അല്ല, അത് ചിന്തിക്കാൻ അധികം സമയവും വേണ്ട. സൂര്യൻ എന്ന് പറയുന്നത് രാവിലെ ഉദിച്ചു വൈകുന്നേരം അസ്തമിക്കാറുണ്ട്, ഇല്ലേ? കാണാറുണ്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നത്? കാണാറുണ്ടോ? എഴുന്നേൽക്കൂല സമയത്തൊന്നും. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്ത് വന്ന് തലയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടില്ലേ?
എന്തിനാ സൂര്യാസ്തമയവും സൂര്യോദയവും? ഒന്ന് പറയും. സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതും വെറുതെ ഈ ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യുന്ന എന്തിനാ? എത്ര നാളുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. എന്തിനാണിത്? അറിയില്ല. ഇച്ചിരി വെള്ളം തരിക. അറിയില്ല. ഒരാൾക്ക് ജീവിതത്തിന് നന്നാവണമെങ്കിൽ സൂര്യനെ നോക്കിയാൽ മതി. ആരെ നോക്കിയാൽ മതി? വാള് പറയല്ല, വാള് കേൾക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് നന്നാവണമെന്ന് ചെറുപ്പക്കാരെ ആഗ്രഹമുണ്ടോ? നിങ്ങൾ സൂര്യനെ നോക്കിയാൽ മതി. നിങ്ങൾ അന്തം വിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഇയാളിപ്പോൾ എന്താ പറയണത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ. അതാണ് എൻ്റെ ഒരു ശൈലി. എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിൽ നല്ലത് 7 ദിവസം ആകുന്നുണ്ട്. എല്ലാവരും പറയുന്നതിന് നല്ല വേറിട്ടൊന്ന് പറയലല്ലേ. ഞാനിന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്താണ്. അപ്പോൾ കബീർ വാക്കവിയുടെ വാത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? സൂറത്തുൽ മുൽക്കിൻ്റെ ആദ്യത്തെ 2 ആയത്ത് നന്നായിട്ട് പഠിച്ചു. ലാഭായില്ലേ? പിന്നെ ബാക്കി പഠിച്ചാൽ മതിയല്ലോ. ഇപ്പോഴെത്തിയ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹു സൂര്യനെ നൽകിയതെന്തിനാണ്? അള്ളാഹു ചന്ദ്രനെ നൽകിയതെന്തിനാണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട്. എന്തിനാണ് അള്ളാഹു സൂര്യനെ നൽകിയതെന്നറിയോ? രാവിലെ സൂര്യോദയം നടക്കുമ്പോൾ അത് നമ്മുടെ സൂര്യോദയത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്. രാവിലെ സൂര്യൻ ഉദിക്കുകയാണ്. കിഴക്കിന്റെ ചക്രവാളത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ ഉയർന്നു വരികയാ. പൊന്നുമോനെ, അത് നിന്റെ ജനനമാണ്. ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ സൂര്യൻ വെളിയിലേക്ക് വരുമ്പോ ഉമ്മാന്റെ ഗർഭാശയം എന്ന ഇരുട്ടിൽ നിന്ന് മെല്ലെ ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് നീ കടന്നു വരികയാണ്. സൂര്യോദയം നിന്റെ ജനനമാണ്, നിന്റെ പ്രസവമാണ്. പിന്നെ ആ സൂര്യൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുന്നു. അത് വെറുതെ വെറുതെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. വെറുതെ സൂര്യൻ ഇങ്ങനെ വെളിച്ചം കൂടി കൂടി വരുന്നു. അതുപോലെ നിന്റെ ബാല്യവും നിന്റെ കൗമാരവുമാണ്. മെല്ലെ മെല്ലെ വെളിച്ചം കൂടി കൂടി, കാലിന് ബലം കൂടി, കയ്യിന് ബലം കൂടി, മുഖത്ത് മീശസ്ഥാനം പിടിച്ച് മെല്ലെ മെല്ലെ നിന്റെ ബാല്യവും കൗമാരവുമാണ്. അവസാനം സഞ്ചരിച്ച് സൂര്യനിരാ നടുത്തലയുടെ നെടും തലയുടെ മുകളിൽ നട്ടുച്ച നേരത്ത് കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. ആർക്കും അടുക്കാൻ പോലും കഴിയാത്ത സൂര്യന്റെ ചൂടോട് സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. പൊന്നുമോനെ, അത് നിന്റെ യൗവനമാണ്. ആർക്കും അടുക്കാൻ കഴിയാതെ കത്തിച്ചൊലിച്ച് തിളച്ചു നിൽക്കുന്ന നിന്റെ യൗവനം. തട്ടുച്ച നേരത്ത് സൂര്യൻ കുതിച്ചു നിൽക്കുന്നത് അത് നിന്റെ യൗവനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കും അടുക്കാൻ കഴിയാത്ത യൗവനം, ഒരാളുടെ ഉപദേശം സ്വീകരിക്കാത്ത യൗവനം, ആരുടെ അടുക്കലേക്ക് നന്മകൾ സ്വീകരിക്കാത്ത യൗവനം, ആ യൗവനമാണ് നിന്നെ നട്ടുച്ച നേരത്ത് നിൽക്കുന്ന സൂര്യന്. ഈ ചെറുപ്പക്കാരാ, ആ യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കലായി. മെല്ലെ മെല്ലെ സൂര്യന്റെ പ്രകാശത്തിന് കുറവ് വരികയാണ്. സൂര്യൻ മെല്ലെ ക്ഷയിക്കുകയാണ്. അത് നിന്റെ മധ്യവാർദ്ധക്യത്തിലേക്കുള്ള യാത്രയാണ്. നിന്റെ തലമുടി നരക്കുന്നു, നിന്റെ കൈകാലുകൾക്ക് ശക്തി കുറയുന്നു, നിന്റെ കൈകാലുകൾ ബലഹീനമാകുന്നു. അത് നിന്റെ മധ്യവാർദ്ധക്യത്തിലേക്കുള്ള യാത്രയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ മഹനീയമായ വ്യക്തിത്വത്തിലേക്ക് മഹാനവറുകളുടെ ആത്മീയ സാന്നിധ്യം നടന്നു വരികയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അത് നിന്റെ യൗവനത്തെയാണ് പ്രസരിപ്പിക്കുന്നത്. ആ സൂര്യൻ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. സൂര്യന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നിന്റെ തലമുടി നരക്കാൻ തുടങ്ങുന്നു, നിന്റെ കാല് തളരാൻ തുടങ്ങുന്നു, നിന്റെ ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു. നീ വാർദ്ധക്യത്തിലേക്ക് നടന്നു പോകുന്നു. അവസാനം നിന്നെ മധ്യവാക്യത്തിലെത്തുമ്പോ വൈകുന്നേരമാകുമ്പോ സൂര്യന്റെ പ്രഭ അസ്മിക്കാൻ പോവുകയാണ്. നിന്റെ 50 വയസ്സ് കഴിഞ്ഞു. അവസാനം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ താടുമ്പോ നിന്റെ സക്കറാത്തിന്റെ വേദനയിൽ നീ പെടയുകയാണ്. നോക്കി നോക്കി നിൽക്കവേ ആ സൂര്യഗോളം അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലെ കൂളിയിട്ട് പോയി. ഇനി സൂര്യനെ കാണുന്നില്ലല്ലോ. നീയുമതാ മണ്ണിന്റെ അടിയിലേക്ക് നടന്നുപോയി. നിന്നെ മേലാരോ മണ്ണിട്ടു മൂടി. ഇനി നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ. സൂര്യാസ്തമനം നിന്റെ മരണമാണ്, സൂര്യോദയം നിന്റെ ജനനമാണ്. മധ്യാഹ്ന നേരത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ നിന്റെ യൗവനമാണ്.
ഇങ്ങനെ ജനനത്തിൽ തുടങ്ങി മരണത്തിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും ചെറിയ ഒരു ജീവിതമാണ് അല്ലാഹു നൽകിയത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത് പറഞ്ഞത്, അല്ലദീ അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്തും അതൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ ഖുർആൻ ഒരു